Hello, welcome to all. Today we are going to discuss the topic calls in arrears. First one is what do you mean by calls in arrear? Yes. It is the amount called up by the company but which is not paid by the shareholders. The total of such unpaid call is known as calls in arrears. അപ്പം വളരെ വ്യക്തമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എമൗണ്ട് കോൾഡ് അപ്പ് ബൈ ദ കമ്പനി കോൾ ചെയ്ത എമൗണ്ട് ആണ്. ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതാണ് അതിന് ആപ്ലിക്കേഷൻ മണിയുണ്ട്, അലോട്ട്മെന്റ് മണിയുണ്ട്, അതുപോലെ എന്താണ് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ, പല കോളുകളായിട്ടായിരിക്കും, ഇൻസ്റ്റാൾമെന്റുകളായിട്ടായിരിക്കും ബാക്കി പൈസ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് കോൾസ് ഇൻ അരിയർ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ദ എമൗണ്ട് കോൾഡ് ബൈ ദ കമ്പനി എന്താണ് എമൗണ്ട് അടയ്ക്കാനായിട്ട് നിർദ്ദേശിച്ചു, ബട്ട് വിച്ച് ഈസ് നോട്ട് പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് ആ പൈസ അടച്ചിട്ടില്ല. അത് കോൾ ആകാം, ചിലപ്പോൾ അലോട്ട്മെന്റ് മണി ആകാം. ദെൻ ടോട്ടൽ സച്ച് അൺപെയ്ഡ് കോൾ ഈസ് നോൺ ആസ് കോൾസ് ഇൻ അരിയർ. അങ്ങനെ എന്താണ് സംഭവിക്കുന്ന കിട്ടാതെ വരുന്ന എമൗണ്ടുകളുടെ ആ കൂട്ടത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സം ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ ദ അലോട്ട്മെന്റ് ഓർ കോൾ മണി ഡ്യൂ ബൈ ദം ടു ദ കമ്പനി. അപ്പൊ എന്താണ് കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് ഫെയിലായി. എന്ത് കാര്യത്തിനാണ് ഫെയിൽ ആയത്? പേ ദ അലോട്ട്മെന്റ് ഓർ കോൾ മണി. അപ്പോൾ ഡ്യൂ ആയിട്ടുള്ള അലോട്ട്മെന്റ് മണി അല്ലെങ്കിൽ കോൾ മണി ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്യാൻ ഫെയിലായാൽ അങ്ങനെ ഫെയിലായ എമൗണ്ടിന്റെ ആ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അരിയേഴ്സ്. Next, the debit balance in allotment or call account indicate the amount of calls in arrear. അപ്പം നമുക്കെന്താണ് അലോട്ട്മെന്റ് അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ കോൾ അക്കൗണ്ടിന്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ് ഷോ ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയർ ഈസ് ദയർ. അവിടെ കോൾസ് ഇൻ അരിയറിന്റെ എമൗണ്ട് ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇറ്റ് ഈസ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇതെങ്ങനെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാം? ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റിൽ കാണിക്കാം ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കാണിക്കാം. ഷെയറിന്റെ ഡിവിഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ എന്താണ് കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കാണിക്കാം. എവിടെയാണ്? ബാലൻസ് ഷീറ്റിനകത്ത്. ദെൻ ഇറ്റ് ഈസ് നോട്ട് കമ്പൾസറി ടു കീപ്പ് എ സെപ്പറേറ്റ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. ഒരു കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് കമ്പൾസറി ആയിട്ട് കീപ്പ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ദെൻ അതുപോലെ തന്നെ എന്താണ് ഇറ്റ് ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റ്. കോൾസ് ഇൻ അരിയർ ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. Instead, it is shown as the deduction from the called up capital on the liability side of the balance sheet. Yes, അതാണ് നമ്മളിപ്പം പറഞ്ഞു തീർത്തത്. Then it is an outstanding asset. പക്ഷെ എന്താണ് ഇറ്റ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അസറ്റ് എല്ലാം സാധാരണ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കും. പക്ഷെ എന്താണ് ഇറ്റ് ഈസ് നോട്ട് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണമെന്നില്ല. പകരം എന്ത് ചെയ്താൽ മതി? ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് ഷോൺ ആസ് എ ഡിഡക്ഷൻസ് ഫ്രം ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഓൺ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് എ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ നമ്മുടെ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കാണിച്ചാൽ മതി. ദെൻ Table F of a Companies Act 2013 empowers the director to charge interest on calls in arrear not exceeding 10% per annum. Yes, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കോൾസ് ഇൻ അരിയർ ഉണ്ടെങ്കിൽ അതിന്മേൽ നമുക്ക് എന്ത് ചാർജ് ചെയ്യാം? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. ടേബിൾ എഫ് ഓഫ് എ കമ്പനീസ് ആക്ട് 2013 അമെൻമെന്റ് ആക്ട് ആണ് 2013 എന്ന് പറയുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയറക്ടർ മേ ചാർജ് ഇൻട്രസ്റ്റ് അറ്റ് 10% ഫോർ ദ പീരീഡ് ബിറ്റ്വീൻ ദ ഡേ ഫിക്സഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് ഓർ കോൾ മണി ആൻഡ് ദ ഡേറ്റ് ഓഫ് ആക്ച്വൽ പേയ്മെന്റ്. യെസ്, വളരെ വ്യക്തമാണ്. എന്താണ് ഡയറക്ടർക്ക് ചാർജ് ചെയ്യാം. എത്ര വരെ മാക്സിമം പറ്റത്തുള്ളൂ? ഡയറക്ടർ ടു ചാർജ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ നോട്ട് എക്സീഡിങ് 10% per annum. ഒരു വർഷം 10% കൂടുതൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിൽ താഴെയുള്ള എമൗണ്ട് അല്ലെങ്കിൽ 10% വരെ എന്നുവരെയുള്ള ഡേറ്റിലാണ് ഫോർ ദ പീരീഡ് ബിറ്റ്വീൻ ഡേ ഫിക്സഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് ഓർ കോൾ മണി. കോൾ മണി അല്ലെങ്കിൽ അലോട്ട്മെന്റ് മണി പേ ചെയ്യാനായി നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഡേറ്റ് തൊട്ട് ആൻഡ് ദ ഡേറ്റ് ഓഫ് ആക്ച്വൽ പേയ്മെന്റ് നടന്ന ദിവസം വരെ ആ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമുക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് കോൾസ് ഇൻ അരിയറിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പം എന്താണ് കോൾസ് ഇൻ അരിയർ? ഇറ്റ് ഈസ് ദ എമൗണ്ട് കോൾഡ് ബൈ ദ കമ്പനി ബട്ട് വിച്ച് ഈസ് നോട്ട് പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി കോൾ ചെയ്തു, പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തില്ല. ദെൻ സം ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ അലോട്ട്മെന്റ് ഓർ കോൾ മണി. അതാണ് വളരെ ബ്രീഫായിട്ട് നമുക്ക്
കോൾസ് ഇൻ അരിയറിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ജേണൽ എൻട്രീസ് ഉണ്ട്. ആ ജേണൽ എൻട്രീസിലോട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. ഫസ്റ്റ് വൺ, ഫോർ കോൾ മണി ഇൻ അരിയേഴ്സ്. അതെന്താണ്? വെറുതെ കമ്പനി മെയിൻറ്റെയിൻ എ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. ദ ജേണൽ എൻട്രി ആസ് ഫോളോസ്. കമ്പനി ഒരു കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. കോൾസ് ഇൻ അരിയർ നടക്കുമ്പോഴേ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഒരു ജേണൽ എൻട്രി എഴുതും. എന്താണ് ആ ജേണൽ എൻട്രി എന്ന് പറയുന്നത്? കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു റിലവന്റ് കോൾ. യെസ്, റിലവന്റ് കോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ഫസ്റ്റ് കോൾ ആയിരിക്കാം, ചിലപ്പോൾ സെക്കൻഡ് കോൾ ആയിരിക്കാം, ചിലപ്പോൾ ഫൈനൽ കോൾ ആയിരിക്കാം, ചിലപ്പം ഷെയർ അലോട്ട്മെന്റ് മണിയും ആകാം. അപ്പം അത് ഏതാണോ നമ്മുടെ ക്വസ്റ്റിനിൽ കാണുന്നത് അത് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ എന്താണ്? അലോട്ട്മെന്റ് മണി ആണെങ്കിൽ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു അലോട്ട്മെന്റ് മണി. ഇനി അതേസമയം എന്താണ്? നമുക്ക് ഫസ്റ്റ് കോൾ ആണെങ്കിൽ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു ഫസ്റ്റ് കോള്. അപ്പൊ അതുകൊണ്ടാണ് റിലവന്റ് കോൾ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ജേണൽ എൻട്രി എന്താണ്? കോൾസ് ഇൻ അരിയർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഫെയിൽ ടു പേ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പൊ ഫസ്റ്റ് ജേണൽ എൻട്രി കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിലവന്റ് കോൾ. യെസ്, അതെന്താണ്? ബീങ് റെക്കോർഡ് ഓഫ് ദ കോൾസ് ഇൻ അരിയർ. അപ്പൊ നമ്മൾ എന്താണ്? എമൗണ്ട് ഓഫ് അൺപെയ്ഡ് കോൾ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. എത്ര രൂപയുടെ അൺപെയ്ഡ് ഉണ്ടോ അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി രണ്ടാമത്, സെക്കൻഡ് ട്രാൻസാക്ഷൻ ഫോർ റെസീപ്റ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പൊ കോൾസ് ഇൻ അരിയർ ഉണ്ടായി, പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം എന്താണ്? ആ പൈസ നമുക്ക് കിട്ടിയാൽ റെസീപ്റ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയർ. കോൾസ് ഇൻ അരിയറിന്റെ എമൗണ്ട് ആ ഷെയർ ഹോൾഡർ, അല്ലെ ഫെയിൽ ആയ എമൗണ്ട് ഷെയർ ഹോൾഡർ തരാൻ തീരുമാനിച്ചാൽ, പൈസ കിട്ടുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്? ഒന്നേ ക്യാഷ് ആയിട്ട് കിട്ടും, അല്ലെ ബാങ്കിലോട്ട് വരും. അപ്പൊ നമുക്ക് ഷെയർ ആയതുകൊണ്ട് എന്താണ്? നമുക്ക് ബാങ്കിലോട്ടാണ് പൈസ വരുന്നത്. അപ്പൊ ബാങ്കിലോട്ട് പൈസ വരുമ്പോൾ എപ്പോഴും ബാങ്കിന് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അരിയർ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കുക, കോൾസ് ഇൻ അരിയറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ ആ കോൾസ് ഇൻ അരിയറിന്മേൽ അരിയർ ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടിയപ്പോൾ ആ കോൾസ് ഇൻ അരിയറിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ട്രാൻസാക്ഷൻ എങ്ങനെയായി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അരിയർ. യെസ്, റെസീപ്റ്റ് ഓഫ് കോൾ എമൗണ്ട്, അല്ലെങ്കിൽ എമൗണ്ട് റിസീവ്ഡ്. കോൾസ് ഇൻ അരിയർ എമൗണ്ട് നമുക്ക് റിസീവ് ആകുമ്പോൾ എഴുതുന്ന ജേണൽ എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അരിയർ. യെസ്, നെക്സ്റ്റ്, ഫോർ ദ ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ കോൾസ് ഇൻ അരിയർ. നമ്മൾ തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, ദെൻ ഡയറക്ടർ മേ ചാർജ് ഇൻട്രസ്റ്റ് ഓഫ് 10% ഫോർ ദ പീരീഡ് ബിറ്റ്വീൻ, മാക്സിമം 10%, അല്ലെ, മാക്സിമം 10% ഫോർ ദ പീരീഡ് ബിറ്റ്വീൻ ഡേ ഫിക്സഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് ഓർ കോൾ മണി ആൻഡ് ദ ഡേറ്റ് ഓഫ് ആക്ച്വൽ പേയ്മെന്റ്. അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്. ഡയറക്ടഡ് ടു ചാർജ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ നോട്ട് എക്സീഡിങ് 10%. 10%ൽ കുറയാത്തൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? യെസ്, സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു, ഓർ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. അപ്പൊ എന്താണ് എൻട്രി? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. നെക്സ്റ്റ് വൺ, ഓൺ റെസീപ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയാൽ, അല്ലെങ്കിൽ എമൗണ്ട് റിയലൈസ് ചെയ്താൽ, ഓൺ റെസീപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. അപ്പൊ എന്താണ്? എപ്പം നമുക്ക് ക്യാഷ് കിട്ടിയാലും അത് ബാങ്ക് ആണെന്ന് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ജേണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്താണ്? ഇതൊരു കമ്പൈൻഡ് ജേണൽ എൻട്രി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമ്മൾ കമ്പൈൻഡ് ജേണൽ എൻട്രി എഴുതാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം കോൾസ് ഇൻ അരിയർ. കോൾസ് ഇൻ അരിയറിന്റെ എമൗണ്ട് റിസീവ് ചെയ്തപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അരിയർ. ഇപ്പൊ നമ്മൾ എന്താണ്? ഇൻട്രസ്റ്റ് കിട്ടിയപ്പം അതിന്റെ എമൗണ്ട് എഴുതി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്. രണ്ട് ട്രാൻസാക്ഷനകത്തും ജേണൽ എൻട്രീസ് പാസ്സാക്കിയപ്പം ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിനെയാണ്. അപ്പൊ നമുക്ക് എന്താണ്? എമൗണ്ട് റിസീവ്ഡ് ആൻഡ് കോൾസ് ഇൻ അരിയർ എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് എമൗണ്ട് റിസീവ്ഡ് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അരിയർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്. യെസ്, വേണമെങ്കിൽ കമ്പൈൻ ആയിട്ടും എഴുതാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കോൾസ് ഇൻ അരിയറിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ കോൾസ് ഇൻ അരിയർ എന്താന്ന് മനസ്സിലോട്ട് വരണം. ദ സം ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ ദ അലോട്ട്മെന്റ് ഓർ കോൾ മണി ഡ്യൂ ബൈ ദം ടു ദ
കമ്പനി എന്താണ് കോള് വിളിച്ചു അല്ലെ അലോട്ട്മെന്റ് മണി എന്താണ് റിക്വസ്റ്റ് ചെയ്തു, പക്ഷേ ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് അത് പേ ചെയ്യാൻ ഫെയിൽ ആയാൽ അതിനെ വിളിച്ച പേരാണ്, അല്ലെങ്കിൽ ഫെയിൽ ആയ എമൗണ്ടിനെ വിളിച്ച പേരാണ് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു 5 ജേർണൽ എൻട്രീസ് മെയിൻ ആയിട്ട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എന്താണ് കോൾസ് ഇൻ അരിയർ സംഭവിക്കുന്നു. കോൾസ് ഇൻ അരിയർ സംഭവിക്കുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റഡ് ടു റിലവന്റ് കോള്. റിലവന്റ് കോള് സംഭവിക്കുന്നു. എമൗണ്ട് ഓഫ് അൺപെയ്ഡ് ക്യാഷ് അല്ലെ അൺപെയ്ഡ് കോള്, അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് റിസീവ്ഡ്. എമൗണ്ട് റിസീവ് ചെയ്യുമ്പോഴത്തേക്ക് ജേർണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു കോൾസ് ഇൻ അരിയർ. ആ 2 കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തതിലോട്ട് വരുമ്പോൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആയാൽ ജേർണൽ എൻട്രി എന്തെഴുതും? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. ആ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയാൽ ജേർണൽ എൻട്രി എങ്ങനെ വന്നു? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്. ദെൻ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. യെസ്, ഇത്രയുമാണ് വളരെ സിമ്പിൾ ആയിട്ട് കോൾസ് ഇൻ അരിയറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാനായിട്ടുള്ളത്. വീണ്ടും അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കൂടുതൽ പ്രോബ്ലമായിട്ട് നമുക്ക് വരും വീഡിയോകളിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.